ഹായ് ഡിയേഴ്സ്, കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമുക്കിന്ന് പട്ടിയാലയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. കോഡ് സെറ്റ് ആയ കാരണം ഷോർട്ട് ടോപ്പ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇന്ന് പട്ടിയാല പാന്റിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. പഞ്ചാബിന്റെ ട്രഡീഷണൽ ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ വെയർ ചെയ്യാം, ഒരു ചേഞ്ച് ആയിട്ട് അല്ലേ. അതുപോലെ തന്നെ സെമി പട്ടിയാലയുണ്ട്, ഹെവി പട്ടിയാലയുണ്ട്. ഞാനിന്ന് ചെയ്യുന്ന സെമി പട്ടിയാല അല്ല, ഹെവി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പട്ടിയാലയാണ്. 3 മീറ്ററിലാണ് ചെയ്യുന്നത്. നമുക്ക് 4 മീറ്ററിലോ 5 മീറ്ററിലോ നല്ല ഹെവി ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഇതേ രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ 3 മീറ്ററിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഒത്തിരി രീതികളുണ്ട്. പട്ടിയാല ഇതേ മെത്തേഡ് എന്നല്ല, ഒത്തിരി മെത്തേഡുകളുണ്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന. പല രീതിക്ക് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഞാനിന്ന് ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. കാണിച്ചിരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പൊ നമുക്ക് വരച്ച് കാണണ്ടേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ വരും. നമുക്ക് ഒരു കാലില് 3 പീസ്, ഈ ഒരു പീസ്, ഇതൊന്ന്, ഈ സെൻട്രലിലെ പീസ്. ഈ സെൻട്രലിലെ സ്ട്രെയിറ്റ് പീസുമായിട്ടാണ് നമുക്ക് കണ്ടോ, ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഏരിയയും ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഏരിയയും തമ്മിൽ ഇവിടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒറ്റ പീസ് ആവും. ഇത് നമ്മുടെ ക്രോച്ച് ഏരിയ, ഇത് നമ്മുടെ ക്രോച്ച് ഏരിയ. അടുത്ത കാലിന്റെ ക്രോച്ച് ഏരിയകൾ തമ്മിൽ നമ്മൾ ചേർത്ത് സ്റ്റിച്ച് ചെയ്യും. അപ്പൊ ആദ്യമേ തന്നെ ഈ 3 മീറ്റർ ക്ലോത്തിന് ലെങ്ത് ഭാഗത്തൊന്ന് രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുത്ത് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ബാലൻസ് വരുന്നത് ഞാനിതുപോലെ താഴോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ടേബിൾ ചെറുതായത് കൊണ്ട് താഴോട്ട് ഇതുപോലെ ഇട്ടിട്ട് ഈ എൻഡ് ഭാഗത്തു നിന്നാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിപ്പോ ഫസ്റ്റ് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് 3 പീസാണല്ലോ ഒരു കാലില് നമുക്ക് വരുന്ന, അതിന്റെ സെന്റർ നമ്മൾ കൊടുക്കുന്ന സ്ട്രെയിറ്റ് പീസ്, 2 കാലിന്റെ സ്ട്രെയിറ്റ് പീസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലെങ്ത് വേണമല്ലോ, ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് ടോട്ടൽ ലെങ്ത് ഞാൻ 40 കൊടുക്കുന്നത്. ഈ സ്ട്രെയിറ്റ് പീസിന് ഒരു 33.5 ഇഞ്ച് ലെങ്തും 2.5 ഇഞ്ച് ഫോൾഡ് ചെയ്ത് ലെങ്ത് ഭാഗത്ത് ഫോൾഡ് ചെയ്യണമല്ലോ, ആ ഫോൾഡ് ചെയ്യാനായിട്ട് 2.5 ഇഞ്ച് മാറ്റി 36 ഇഞ്ച് ടോട്ടൽ ഞാനിവിടെ മാർക്ക് ചെയ്തു. ബാക്കി ഞാൻ ബോക്സ് കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇനി 6 ഇഞ്ച് വീതി ഒന്ന് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സൈഡാണ് നമ്മുടെ ഓപ്പൺ സൈഡ്. അവിടെ നിന്നാണ് ഞാൻ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 12 ഇഞ്ചാണ് ആ സ്ട്രെയിറ്റ് പീസിന് ഞാൻ കൊടുക്കുന്ന വിഡ്ത്ത്. ഇതിപ്പോ 6 ഇഞ്ച് തന്നെ കൊടുക്കണമെന്നില്ല, നമുക്ക് 7 ഇഞ്ചും കൊടുക്കാം. കാരണം നല്ല ലൂസുള്ള പാന്റ് അല്ലേ. ഞാനിപ്പോ 6 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കണ്ടോ, 6 ഇഞ്ചാണ് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് 6 ഇഞ്ച് ഇതുപോലെ ലെവൽ ചെയ്ത് ഇട്ട ശേഷം നമുക്ക് ലെങ്ത് വേണമല്ലോ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ 36 ഇഞ്ച് തന്നെയാണ് ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമ്മുടെ 2 കാലിന്റെ സ്ട്രെയിറ്റ് പീസ് റെഡിയായി. ഞാൻ നിവർത്തി കാണിച്ചു തരാം. കണ്ടോ, ഈ നിവർത്തി എടുക്കുമ്പോൾ നമുക്കത് 12 ഇഞ്ചാണ്. ഇതിനെ ഫോൾഡ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ബാലൻസ് നിൽക്കുന്ന ക്ലോത്ത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഈ പീസിൽ നിന്നാണ് ഞാൻ ബോക്സ് എടുക്കാൻ പോകുന്നത്. അപ്പം ബോക്സിന് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്യുമ്പോൾ പാന്റിന്റെ പ്ലീറ്റ്സ് കുറയും. ഇതിലൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കിട്ടുമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഒന്ന് ഇനിയും ബാലൻസ് വരും അടുത്ത് കട്ട് ചെയ്യുമ്പോൾ, അതൊന്ന് യോജിപ്പിച്ച് കൊടുത്ത് മാക്സിമം നമ്മൾ അങ്ങനെ ബോക്സ് അടിക്കാൻ നോക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു എൻഡിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ ഇത് ടോട്ടൽ ഇപ്പോ 9 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ ലെങ്ത്. 9 ഇഞ്ച് ലെങ്ത് ആണെന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഫോൾഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടിനുമാണ് ഞാൻ ഇതുപോലെ കൊടുക്കുന്നത്. കാരണം ഒറ്റ പീസായിട്ട് നമുക്ക് കിട്ടത്തില്ല. ഈ ബോക്സിന്റെ ലെങ്ത് ടോട്ടല് 9 ഇഞ്ചാണല്ലോ. ആ 9 ഇഞ്ചിലൊന്ന് നമുക്ക് ബെൽറ്റ് ഏരിയ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു 2 ഇഞ്ച് വേണം. താഴെ തയ്യൽത്തുമ്പോൾ ഒരു 1/2 ഇഞ്ച് വേണം. അത് പോയിട്ട് നമുക്ക് 6.5 ഇഞ്ച് കിട്ടും. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്ട്രെയിറ്റ് പീസിന്റെ ലെങ്ത് 33.5 പ്ലസ് 6.5 ആകുമ്പോൾ ടോട്ടൽ 40 കിട്ടും. ഇതിന് നമുക്ക് 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിടണം. 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ട് നമ്മൾ സാധാ അളന്ന് എടുക്കുന്ന പോലെ തന്നെ, എനിക്ക് 40 ആണ്. 40 ഡിവൈഡഡ് ബൈ 4 വരുമ്പോൾ 10. 10ന്റെ കൂടെ 2 ഇഞ്ച് ലൂസ് കൊടുക്കുമ്പോൾ 12 കിട്ടും. 12ഉം 1 ഇഞ്ച് ഞാനിവിടെ കൂടുതൽ കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ 2 പീസ് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തയ്യൽത്തുമ്പ് വേണം. ഇനിയാണ് നമുക്ക് ഒരു കാലില് 2 പീസ് വെച്ച് കോണായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന പീസ് കട്ട് ചെയ്യാൻ വേണ്ടി വീതിയുടെ വശത്ത് നിന്നാണ് ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. ലെങ്ത് ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ പാടില്ല. വീതിയുടെ ഭാഗത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇട്ട് കൊടുത്ത ശേഷം സ്ട്രെയിറ്റ് പീസ് അളന്ന് മാർക്ക് ചെയ്ത പോലെ നമുക്ക് ഫസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ബെൽറ്റ് 6.5 ഇഞ്ചും നമുക്ക് ഇവിടെ ലെങ്ത് 33.5യും
ലെങ്ത് ഭാഗത്ത് ഫോൾഡ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു 2.5 ഇഞ്ച്, നമുക്ക് എത്ര വേണോ ഫോൾഡ് ചെയ്യാം, 2 3 ഇഞ്ച് കൊടുക്കാം. ഞാനിവിടെ 2.5 ഇഞ്ച് ഫോൾഡ് ചെയ്യാനായിട്ട് കൊടുത്ത് 33.5യും 2.5യും 36 ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ഈ മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിൽ ഒന്ന് ചേർത്ത് പിടിച്ച് അടിയിലോട്ട് ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ബാലൻസ് നിൽക്കുന്ന പീസ് കട്ട് ചെയ്തെടുക്കുവാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ബോക്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇനിയും ഇതുപോലെ ബാലൻസ് കിട്ടും. അതിന് സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലീറ്റ്സ് 1-2 കൂടുതൽ കിട്ടും. അതല്ല, നമ്മൾ ലെങ്തിലിട്ടിട്ട് ബോക്സിന് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുമ്പോൾ 1-2 പ്ലീറ്റ്സ് കുറഞ്ഞു കിട്ടും. ഈ മെത്തേഡിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ബാലൻസ് ക്ലോത്ത് ഇതുപോലെ കിട്ടുന്നുണ്ട്. ബോക്സിന് ആവശ്യത്തിനും അതുപോലെ തന്നെ നമുക്ക് നാട വേണമല്ലോ, അതിനും ആവശ്യത്തിന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ക്ലോത്ത് കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ നല്ലപോലെ നിവർത്തി ഇട്ട ശേഷം ഒരു കാൽ വണ്ണം ഇവിടെയും ഒരു കാലിന്റെ വണ്ണം ഈ കോണിലാണ്. ഈ 2 കോണിലും മാർക്ക് ചെയ്തിട്ടാണ് നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കേണ്ടത്. ഇവിടെ ഞാനിപ്പോ ഒരു 5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 2 പീസും കൂടാകുമ്പോൾ നമുക്ക് 10 ഇഞ്ച് കിട്ടും. നേരത്തെ സ്ട്രെയിറ്റ് പീസ് നമ്മൾ 12 ഇഞ്ച് കൊടുത്തു, അപ്പൊ 22 ഇഞ്ചാണ്. ഞാനിവിടെ കാൽ വണ്ണം 16 ഇഞ്ചാണ് കൊടുക്കുന്നത്. നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കുക. ഇനി ഈ കോണിൽ ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ 5 ഇഞ്ചും ഇപ്പുറത്തെ കാലിന്റെ ആ 5 ഇഞ്ചും തമ്മിലൊന്ന് കോണായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ കാൽ വണ്ണത്തിന് നമുക്ക് തയ്യൽ തുമ്പും എല്ലാം പോയി വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ. 1-2 ഇഞ്ച് കൂടുതലായിരിക്കും, നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ 5 ഇഞ്ചുകളെ തമ്മിൽ ചേർത്തൊന്ന് വരച്ചു കൊടുക്കണം. ഇതിപ്പോ ചെറിയ ടേബിൾ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചുരുക്കി ഇട്ടേക്കുന്ന ടേബിളിന്റെ പുറത്ത്. ഇതുപോലെയാണ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. ക്ലോത്ത് ഒന്ന് നിവർത്തി ഇട്ട ശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ഈ സൈഡ് ക്ലോസ് ആണല്ലോ ഇപ്പോ ഫോൾഡ് ചെയ്തിട്ട സൈഡ്, അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഇനി കട്ട് ചെയ്തെടുത്താൽ മതി. ഈ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ പുറത്തൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കോണായിട്ട് കട്ട് ചെയ്യണം. ഞാനിപ്പോ ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്തിട്ടില്ല, കാൽവണ്ണം മാത്രം അല്ലേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ലെങ്ത് ഭാഗവും കാൽവണ്ണം നമ്മൾ മാർക്ക് ചെയ്ത്. ഇതിനൊന്ന് കണ്ടോ, ഇതുപോലെ ഒന്ന് മാറ്റി ഈ കാലിന്റെ ലെങ്ത് ഭാഗം ഉണ്ടല്ലോ, ഈ സൈഡിലെ കാലിന്റെ ലെങ്ത് ഭാഗത്ത് കൊണ്ടുവരണം. അതിനുവേണ്ടി നമുക്ക് ഇതിനെ ഒന്ന് ഇതുപോലെ തിരിച്ചെടുക്കണം. ഈ എൻഡിൽ ഇതുപോലെ ഒന്ന് പിടിച്ച് കറക്കി ഇതുപോലെ കൊണ്ടുവരണം. കണ്ടോ, ഈ സ്ട്രെയിറ്റ് വശം ഇപ്പുറത്തെ സ്ട്രെയിറ്റ് വശമായിട്ട് ഇതുപോലെ. ഇപ്പൊ കാലിന്റെ ലെങ്ത് ഭാഗം ഒന്നുപോലായി. ഇനിയാണ് നമുക്ക് ഈസി ക്രോച്ച് ഏരിയ കട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ നമുക്ക് സാധാ പാന്റ് ഒക്കെ കട്ട് ചെയ്യുന്ന പോലെ 4 പീസും ഇതുപോലെ സെറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, 4 പീസും ഇതുപോലെ ഒന്ന് സെറ്റാക്കി വെച്ച ശേഷം നമുക്ക് ക്രോച്ച് ഏരിയ കട്ട് ചെയ്യാം. ക്രോച്ച് ഏരിയ കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ 10 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 10 ഇഞ്ച് കൊടുക്കുന്നേ ഉള്ളൂ. സാധാ നമ്മൾ സ്ട്രെയിറ്റ് പാന്റ് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ കൊടുക്കുമല്ലോ വളച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ, അതൊന്നും ഞാൻ കൊടുക്കുന്നില്ല. കാരണം നമ്മൾ നല്ല ലൂസിൽ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടല്ലേ കൊടുക്കുന്നത്, അപ്പൊ അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ആവശ്യമുള്ളവർക്ക് കൊടുക്കാം, ഞാനിപ്പോ അത് കൊടുക്കുന്നില്ല. അപ്പൊ 10 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. സാധാരണ സ്ട്രെയിറ്റ് പാന്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 13 ഇഞ്ചാണ് ക്രോച്ച് ഏരിയ കൊടുക്കുന്നത്. ഇതിപ്പോ 16.5 ഇഞ്ച്, നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പിന് പോവും. അത് പോയിട്ടൊരു 2-3 ഇഞ്ച് കൂടുതൽ വേണം. കാരണം പ്ലീറ്റ്സ് ഒക്കെ ഇടുന്നുണ്ട്, മേലിലോട്ട് കയറാതിരിക്കണമെങ്കിൽ അവിടെ നമ്മൾ 2-3 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പോ 10 ഇഞ്ച് കൊടുത്തത്. ഞാനിപ്പോ സ്ട്രെയിറ്റ് പീസും അതിന്റെ സൈഡിൽ ഈ കോണായിട്ടുള്ള 2 പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഒറ്റ പീസാക്കി എടുത്ത് കണ്ടില്ലേ, ഒരു കാലിന്റെ 3 പീസും നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ച് സ്ട്രെയിറ്റ് പീസ് സെന്റർ കൊടുത്തുകൊണ്ട് 2 സൈഡിലും ഈ കോണ് പീസുകൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഒരു കാല് ഇതുപോലെ കിട്ടും. 3 പീസ് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഫസ്റ്റ് വരച്ച് കാണിച്ചെന്ന പോലെ തന്നെയാണ് സെന്റർ സ്ട്രെയിറ്റ് പീസ്, 2 സൈഡ് കോണായിട്ടുള്ള പീസുകൾ 2 കാലിനും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്കിനി ക്രോച്ച് ഏരിയകൾ തമ്മിൽ ഈ ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡിന്റെ ക്രോച്ച് ഏരിയകൾ തമ്മിലൊന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ക്രോച്ച് ഏരിയ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്ത ശേഷമാണ് നമുക്ക് ലെങ്ത് ഭാഗം സ്റ്റിച്ച് ചെയ്യാനുള്ളത്. കണ്ടില്ലേ, ഫ്രണ്ടും ബാക്കും ഞാനിവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാം. 2.5 ഇഞ്ചാണ് ഞാൻ ഫോൾഡ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. ആ 2.5 ഇഞ്ച് നമുക്ക് ആദ്യം ഒന്ന് 1/2 ഇഞ്ച്
ഞാനിവിടെ സ്റ്റിഫ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. എനിക്ക് സ്റ്റിഫ് കൊടുക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റിഫ് കൊടുക്കുന്നില്ല. ഇതുപോലെ 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്ത ശേഷം 1 ഇഞ്ച് പിന്നെ 1 ഇഞ്ച് കൂടെ, അങ്ങനെ ഞാൻ 2.5 ഇഞ്ച് ഇവിടെ ഫോൾഡ് ചെയ്ത് ഇതിന്റെ പുറത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ടേ. നമുക്ക് ബോക്സ് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ബോക്സിന്റെ ഈ എൻഡ് ഭാഗം ഒന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഒരു സൈഡ് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത ശേഷം അടുത്ത സൈഡ് നമുക്കൊന്ന് ചേർത്ത് അടിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് സാധാ ബെൽറ്റ് ചെയ്യുന്ന പോലെ 2 ഇഞ്ച് ഇവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ ഇതുപോലെ കണ്ടില്ലേ, ബോക്സ് സെറ്റായി. സാധാ പെന്ന് ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. ഇവിടെ ഒരു ഹോള് വേണം നമുക്ക് നാട ഇൻസെർട്ട് ചെയ്യാനായിട്ട്. ഇതുപോലെ സെറ്റ് ചെയ്ത ശേഷമാണ് പ്ലീറ്റ്സ് പിടിക്കണം നമുക്കിനി. പ്ലീറ്റ്സ് കൊടുക്കുമ്പോൾ ഇതിന്റെ ഈ സെന്റർ ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള പ്ലീറ്റ്സ് ഇട്ട് ബാക്ക് സൈഡ് ഒരു കാലിന്റെ ക്രോച്ച് ഏരിയയുടെ ആ ഭാഗത്ത് വരുമ്പോൾ ആ ബാക്ക് സൈഡ് ആ പോയിന്റിൽ, അതുപോലെ 2 കാലും നമുക്ക് ഈ സെന്റർ ഭാഗം പോയിന്റ് ചെയ്ത് വെച്ച ശേഷമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെയാണ് നമുക്ക് പ്ലീറ്റ്സ് കൊടുക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് ഞാൻ 1.5 ഇഞ്ച് പ്ലീറ്റ്സ് ആണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. 1/2 ഇഞ്ച് മാറ്റി അടുത്ത പ്ലീറ്റ്സ് അതിന്റെ പുറത്തൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ടേ. പ്ലീറ്റ്സ് കൊടുക്കുമ്പോൾ നമുക്ക് 2 ഇഞ്ച് വേണമെങ്കിലും പ്ലീറ്റ്സ് എടുക്കാം. അടുക്കി അടുക്കി പ്ലീറ്റ്സ് കൊടുക്കണം. എല്ലാ പ്ലീറ്റ്സും ഒരേ അളവായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പ്ലീറ്റ്സ് പുറത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ 1/2 ഇഞ്ച് ആണെങ്കിൽ 1/2 ഇഞ്ച്, 1 ഇഞ്ച് ആണെങ്കിൽ 1 ഇഞ്ച് മാറ്റി കൊടുക്കുന്ന ഓരോ പ്ലീറ്റ്സിന്റെ അളവ് കറക്റ്റ് ആയിരുന്നാൽ മതി. പ്ലീറ്റ്സിന്റെ വലിപ്പം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം കേട്ടോ. 1 ഇഞ്ചോ 2 ഇഞ്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ 1.5 ഇഞ്ച് കൊടുത്തുകൊണ്ടാണ് 1/2 ഇഞ്ച് സ്പേസ് വെച്ചുകൊണ്ടാണ് പ്ലീറ്റ്സ് കൊടുക്കുന്നത്. എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 കാലിന് കൊടുക്കേണ്ട പ്ലീറ്റ്സും 2 സൈഡ് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ബോക്സിൽ സ്റ്റിച്ച് ചെയ്യും മുന്നേ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. എളുപ്പത്തിന് നമുക്ക് ബോക്സിലോട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഈ ബോക്സിന്റെ സെന്റർ ഭാഗം പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയല്ലോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ബാക്ക് സൈഡിലും ഞാൻ ഒരു പ്ലീറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബോക്സിന്റെ അല്ല, നമ്മുടെ ലെങ്ത് ഭാഗത്ത് ഇതുപോലെ ക്രോച്ച് ഏരിയയുടെ മുകളിലായിട്ട് ഒരു പ്ലീറ്റ് കൂടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനുള്ള സ്പേസ് വിട്ടിട്ടാണ് ഞാൻ ബാക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ 2 സൈഡും ബാക്ക് സൈഡ് വരുമ്പോൾ 2 സൈഡും 2 പ്ലീറ്റ്സ് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ നമുക്ക് അവിടെ ലൂസ് കിട്ടും. ഈ പ്ലീറ്റ്സ് കൊടുക്കുന്നത് നമ്മുടെ ലെങ്ത് ഭാഗത്തിന്റെ സെന്റർ ഭാഗം ബാക്ക് സൈഡിൽ, അത് തന്നെയാണ് നമുക്ക് ആ ബോക്സിന്റെ സെന്റർ ഭാഗത്ത് കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഇതുപോലെ പ്ലീറ്റ്സ് കൊടുത്ത് കറക്റ്റായിട്ട് ബോക്സിന്റെ ഈ സെന്റർ ഭാഗത്ത് സ്റ്റോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് അടുത്ത സൈഡ് നമുക്ക് അതുപോലെ ചെയ്താൽ മതി. 2 സൈഡ് 2 കാലിൻ്റെതും 2ആയിട്ട് ചെയ്തെടുത്താൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അടുത്ത കാലിലും കണ്ടില്ലേ, ഇതുപോലെ പ്ലീറ്റ്സ് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ബാക്ക് സൈഡ് ബാക്കിലാണ് കണ്ടില്ലേ, ഈ ബോക്സിന്റെ താഴെ നമ്മുടെ ക്രോച്ച് ഏരിയയുടെ മേളിലായിട്ട് ഈ ഭാഗത്ത് ഒരു പ്ലീറ്റ്സിനുള്ള സ്പേസ് നമ്മൾ വിട്ടിട്ടാണ് ബാക്കി പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് വന്ന് ഈ ബാക്കിൽ ഒരു പ്ലീറ്റ്സ് കൊടുത്ത് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ പാന്റ്, നമ്മളെ പ്ലീറ്റ്സ് ഒക്കെ എത്ര ഭംഗിയായിട്ട് കിട്ടിയെന്ന്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലെ പ്ലീറ്റ് കണ്ടോ, ഇതുപോലെ കറക്റ്റ് സെന്റർ ഭാഗത്താണ് ഈ 2 പ്ലീറ്റ് ഇങ്ങനെ കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് പതിച്ചൊന്ന് അടിച്ചെടുത്താൽ മതി. ഫുൾ റൗണ്ട് ചെയ്തൊന്ന് പതിച്ചടിച്ചെടുത്ത് കഴിയുമ്പോൾ ഞാനൊന്ന് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കോഡ് സെറ്റ് അല്ലേ, ഇട്ട് കാണുമ്പോൾ അല്ലേ അതിന്റെ ഭംഗി. 3 മീറ്ററിന്റെ നമ്മുടെ പട്ടിയാലയും 1 മീറ്ററിന്റെ ഷോർട്ട് ടോപ്പും കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നമുക്കിവിടെ പ്ലീറ്റ്സ് ഒക്കെ കിട്ടി. നല്ല കോഡ് സെറ്റ് അല്ലേ. ഇതിന്റെ ഷോൾഡർ കണ്ടോ, ഇതുകൊണ്ടാണ് ഞാൻ 8 ഇഞ്ച് കൊടുത്തത്. ഇതുപോലെ ഒന്ന് ഇറങ്ങി നിൽക്കാനായിട്ട്. ഒരു സ്ലീവ്ലെസ് ഫീൽ വരത്തില്ല, എന്നാൽ സ്ലീവ് ഉള്ള പോലെ തോന്നിക്കും. അതുപോലെ ബാക്ക് സൈഡ് കണ്ടില്ലേ, നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടേ. വീഡിയോ ഇഷ്ടമായി കമന്റ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കണ്ട. അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.